ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് കുറ്റങ്ങൾ ഇപ്പോൾ ഉള്ളത്? നിലവിൽ നമുക്ക് ഇത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉറവിടത്തിലേക്കുള്ള അന്വേഷണത്തിൽ നമുക്ക് ഈ അറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് കിട്ടിയ ശാസ്ത്രീയ ഫലങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇല്ല, നിലവിൽ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്തുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമ്മൾ സോഴ്സിലേക്ക് എത്തുള്ളൂ. അതാ പറഞ്ഞ് അത് പൂർണ്ണമായിട്ട് നമുക്ക് എത്താൻ ആയിട്ടില്ല. നമുക്കിതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടതുണ്ട്. ആര് നിർമ്മിച്ചു എന്നതിലേക്കല്ല നിലവിലെത്തിയിട്ടുള്ളത്. നമ്മൾ പ്രചരണത്തിലാണ്. ഇതിൽ പ്രചരണത്തിലും അതുപോലെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കുവഹിച്ച ആളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ നിർമ്മിച്ച ആളിലേക്ക് എത്താനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെയുള്ള കേസ് 153 IPC പ്രകാരമുള്ള കേസാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. അതിന് കൂടാതെ നമുക്ക് ഈ സയന്റിഫിക് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് തെളിവ് നശിപ്പിച്ചതിന്റെ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. അത് കൂടുതൽ അന്വേഷണം നടത്തി ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ.